ഓരോ ദേശത്തും നക്ഷത്രങ്ങളെ പോലെ ചില മനുഷ്യരുണ്ട്. കൂരിരുളിലും വെളിച്ചം പകർന്ന് പിന്നെ അവരങ്ങ് പോയി മറഞ്ഞേക്കും. ചിലർ പാട്ടുകൊണ്ട്, ചിലർ കവിത കൊണ്ട്, ചിലർ പൊതുപ്രവർത്തനത്തിന്റെ ഒരു വിഹായസിൽ എല്ലാ അർത്ഥത്തിലും കാലടയാളം അമർത്തി ചവിട്ടി നടന്നു പോകുന്നവർ. അത്തരം മനുഷ്യർ എല്ലാ ദേശത്തും ഉണ്ടാവും. ആ ദേശത്തിന്റെ പെരുമ അവർ ലോകത്തോളം വിളിച്ചു പറയാൻ ആഗ്രഹിക്കും. പക്ഷേ ആ ശബ്ദം അവർ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ അവിടെ തന്നെ ഒരുപക്ഷെ അതിന്റെ ഒരു വിഹായസ് അസ്തമിച്ചു പോവാറുണ്ട്. പള്ളിക്കരയിൽ പാട്ടായി തീർന്ന ഒരു മനുഷ്യനുണ്ട്. പറമ്പത്ത് കാതർക്ക എന്നാണ് പള്ളിക്കര ദേശത്തുകാർ വിളിക്കുക. പക്ഷെ 80കളിലെയും 90കളിലെയും തലമുറ തൃക്കോട്ടൂർ സ്കൂളിലെയും പയ്യോളി ഹൈസ്കൂളിലെയും പഠിച്ച വിദ്യാർത്ഥികൾക്ക് പറമ്പത്ത് കാതർക്കയല്ല, ഞങ്ങൾക്ക് അദ്ദേഹം മിഠായി കാതർക്കയായിരുന്നു. അന്ന് മധുരം പകർന്നു നൽകിയ ആൾ, പട്ടാണിക്കടലക്ക അളവില്ലാതെ വാരിക്കൊടുത്തയാൾ. പക്ഷെ അതിന്റെ മുമ്പ് തെങ്ങിന്റെ ഉച്ചിയിൽ മൈക്ക് കെട്ടിയിട്ട് പടമ്പയറ്റിന് പാട്ടായ പാട്ടൊക്കെ കേൾപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് സ്വന്തമായി മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ദാസേട്ടന്റെയും ജയേട്ടന്റെയും ഒക്കെ പാട്ടുകൾ ആ തെങ്ങിന്റെ ഉച്ചസ്ഥായിയിൽ ഇരുന്ന് പാടുമ്പോ അത് കേട്ട് മനപ്പാടമാക്കിയ ഒരു പാട്ടിന്റെ പ്രാന്ത് കാതർക്കയിൽ അന്തർലീനമായി കിടക്കുന്നു എന്ന് അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ആ പാട്ട് പിന്നെ പഠിച്ചു. പയ്യോളി സ്കൂളിന്റെയും തൃക്കോട്ടൂർ സ്കൂളിന്റെയും കാലത്ത് നിന്ന് അദ്ദേഹം മരുഭൂമിയിലേക്ക്, പ്രവാസത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. അത്രയൊന്നും അവിടെ ജീവിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ വരമ്പ് നരമ്പുകളിൽ പാട്ട് ഒരു ആശ്വാസത്തിന്റെയും തണലിന്റെയും എല്ലാ വേദനകളെയും ആഹ്ലാദങ്ങളെയും ജീവിതം നൽകേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളെയും അതിന്റെയൊക്കെ ഇടയിൽ കാതർക്കൊക്കെ പാട്ട് ജീവശ്വാസമായിരുന്നു. പള്ളിക്കര കുട്ടിയാലിക്കയുടെ ദേശമാണ്. ദേവദാസ് പാടി പെയ്തുപോയ ഒരിടമാണ്. അവിടെയാണ് കാതർക്ക പഴയ പാട്ടുകളെ ഹൃദയത്തിൽ ആവാഹിച്ച് പാടി പെയ്യുന്നത്. ഒരുപക്ഷെ ശാസ്ത്രീയമായി സംഗീതം പഠിച്ചൊരാളല്ല, മറിച്ച് പാട്ടിനെ പ്രണയിച്ച് പാട്ടായി തീർന്ന ഓരോ ജീവശ്വാസത്തിലും അദ്ദേഹത്തിന്റെ വരമ്പ് നരമ്പുകളിലും പാട്ട് നിറച്ച പള്ളിക്കരക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നാട്ടുപുറത്തുകാരൻ, പാട്ടായി തീർന്ന ഒരു ജന്മസാഫല്യം. പള്ളിക്കര ദേശത്തിന്റെ ഒരു ഹൃദയവാഹിനിയിൽ ആ പാട്ടുണ്ട്. ഒരുപക്ഷെ വലിയ വർണ്ണാഭമായ തെളിച്ചമുള്ള വേദികളിലൊന്നും ആ പാട്ട് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ പള്ളിക്കരയുടെ സർഗാത്മകതയിൽ കാതർക്കയുടെ പാട്ട് അന്തർലീനമായി ഒഴുകി പരക്കുന്നുണ്ട്. അത്തരം ഒരു നാട്ടുംപുറ നന്മയോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട കാതർക്കയോടൊപ്പം ആ ശബ്ദത്തിന്റെ മാധുര്യം കൊണ്ട്, പാട്ടിനോടുള്ള അദമ്യമായ അഭിലാഷം കൊണ്ട് ആ മനുഷ്യൻ ഏത് കാലാവസ്ഥയിലും ദുഃഖത്തിലും സങ്കടത്തിലും ജീവിത പെരുക്കങ്ങൾക്കിടയിലും അദ്ദേഹം പാട്ട് തണലും പാട്ട് ആശ്വാസവുമായി തീർന്ന കാതർക്കയോടൊപ്പമാണ് ഇന്നത്തെ ഈ സന്ധ്യ. സന്തോഷം കാതർക്ക. പാട്ടിലേക്ക് വരുന്നത് എപ്പോഴാണ്? അതെ കുട്ടിക്കാലത്തോട്ടെ പാടാറുണ്ടോ? സ്കൂൾ പഠിക്കും. അന്നത്തെ ഈ കോളാമ്പി മൈക്കിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ് കാണാപ്പാടം പഠിക്കുന്നത്. അത് ഒറ്റയ്ക്ക് തന്നെ പാടും. പിന്നെ ഈ സുഹൃത്തുക്കളെ കൂട്ടത്തിലേക്ക് ഇരിക്കുമ്പോ പാടുമോ? മദ്രസ പഠിക്കുമ്പോൾ, സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പാടും. ഈ മദ്രസയിൽ എങ്ങനെ പാട്ട് പാടുമായിരുന്നു ആ സമയത്ത്? നമ്മുടെ ഇല്ല, പാട്ടിട്ടില്ല അല്ലേ? ഇഷ്ടപ്പെട്ട പാട്ട് ദാസേട്ടൻ തന്നെയാണ്. സിനിമാ പാട്ടാണ്, ലളിതഗാനങ്ങളാണ് അല്ലേ? വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത പാട്ടാണ് കാതർക്കയുടെ ഇഷ്ടം അല്ലേ? അതെ. ജീവിതത്തിൽ അങ്ങനെയൊന്നും ഒരു സങ്കടമൊന്നുള്ള ഒരാളല്ലല്ലോ അല്ലേ? പക്ഷെ പാട്ടില് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കാതർക്കയുടെ പാട്ട്, നിരവധി പാട്ടുകൾ, നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാതർക്കയുടെ ശബ്ദമാധുര്യം നാം കേട്ടിട്ടുണ്ട്. കാതർക്കയുടെ രണ്ടുപേര് പാട്ട് കേൾക്കാം. അതിനുശേഷം നമുക്ക് കാതർക്കയുടെ തന്നെ നിരവധി പാട്ടുകൾ, അതിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും നമുക്ക് കേൾക്കാം.
സന്തോഷത്തോടെ ജീവിതം നൽകേണ്ടുന്നത് കയ്യെത്തിപ്പിടിച്ചിട്ടും കിട്ടാതെ പോയി എന്ന് തോന്നുമ്പോഴും പാട്ട് ആ മനുഷ്യന് ആ മുറിവ് ഉണക്കാനുള്ള മരുന്നുമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ദേശത്ത് കാതർക്കയുടെ ഒരു സാന്നിധ്യം പാട്ടാസ്വാദകരിൽ, പാട്ടിനെ സ്നേഹിക്കുന്നവരിൽ ഒരു അത്ഭുതം തന്നെയാണ്. നമുക്ക് കാതർക്കയുടെ രണ്ടുപേരി പാട്ട് കേൾക്കാം. ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിലെഴുതുമ്പോൾ കരയഴുതാരും കരളുകളുരുകി കരയരുതേ വെറുതെ ആരും കരയരുതേ വെറുതെ. പ്രാണസഖീനിൻ കല്യാണത്തിനു ഞാനൊരു സമ്മാനം നൽകാം. മാമക ജീവിത രക്തം കൊണ്ടൊരു വാടാമലർമാല, നല്ലൊരു വാടാമലർമാല, നല്ലൊരു വാടാമലർമാല. കാതർക്ക ബാബുരാജിനെ ഓർക്കുന്നുണ്ടാവും. ബാബുഖാനെ മറന്നുകൊണ്ട് നമുക്കൊരു പാട്ടിൻ്റെ ലോകം ഇല്ല അല്ലേ? ബാബുഖാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്, അതൊരുപാട് വേദികളിൽ, കല്യാണ വീടുകളിൽ, എത്തുന്നിടങ്ങളിലൊക്കെ, ആകാശവാണിയിൽ പോലും ബാബുക്കയുടെ പാട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. ബാബുക്കയെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാണ്? പൊട്ടിത്തകർന്ന കിനാവ്. ഇല്ല, സാരമില്ല. മുമ്പ് പാടിയ റെക്കോർഡുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. രണ്ടുപേരും പാടി. പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ. പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ. കെട്ടുകഴിഞ്ഞ വിളക്കിൻ കരിന്തിരി കെട്ടിപ്പിടിച്ചു കരയുന്നതെന്തേ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ. പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ. കാതർക്ക ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല, ഒരുപക്ഷെ അതിന്റെ ചിട്ടവട്ടങ്ങളൊന്നും അറിയില്ല. പക്ഷെ പാട്ട് ആ മനുഷ്യനെ തൊട്ട് തഴുകി പോകുന്നുണ്ട്. ഒരു ഹിമഗണ വിശുദ്ധി പോലെ കാതർക്ക പാട്ടിനെ പ്രണയിക്കുന്നു. കാറ്റിൽ തനിയെ പാടിയുറയുന്ന ഒരു ശല്യൻ വീണ പോലെ തന്റെ മുറിവുകളിൽ കാറ്റ് തട്ടുമ്പോൾ മുറഞ്ഞ മുളന്തണ്ടായി പാടുന്ന ഒരു സാത്വിക നാദം. ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, ഞാൻ ജനിച്ചതും വേദന അനുഭവിച്ചതും ചിറകുള്ള ജീവനുള്ള വാക്കുച്ചരിക്കാനാണ് എന്ന്. കാതർക്ക പറയാതെ പറയും, പാട്ട് പാടാനാണ് മോനെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന്. പ്രായം നൽകിയ വയ്യായികകൾക്കിടയിലും അവശത മറന്ന് കാതർക്ക പാടുന്നു. എവിടെയെങ്കിലും അടയാളപ്പെടാനല്ല, തനിക്ക് തന്നെ ആസ്വദിക്കാൻ, തന്നെ തൃപ്തിപ്പെടുത്താൻ കാതർക്ക പാടിക്കൊണ്ടേയിരിക്കുന്നു. പള്ളിക്കരയുടെ ഇടവഴികളിലും മണൽപ്പരപ്പിലും ആ പാട്ടിന്റെ ഹിമകണങ്ങൾ വീണുടഞ്ഞിട്ടുണ്ട്.